ജനതാദൾ സെക്യുലർ കേരള ഘടകം ഇന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിയിൽ ലയിക്കും. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എന്നിവർ ഉൾപ്പെടുന്ന നേതൃത്വമാണ് പുതിയ പാർട്ടിയായ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ലയിക്കുക. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു ലയന സമ്മേളനം അതെപ്പോഴാണ്, എന്തൊക്കെ കാര്യപരിപാടികളാണുള്ളത്, രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ നമുക്ക് മധ്യ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. രാവിലെ 10 മണിയോട് തന്നെ എറണാകുളം ടൗൺ ഹാളിലാണ് ഈ ലയന സമ്മേളനം ആരംഭിക്കുക. ജനതാദൾ കേരള ഘടകം കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ രാഷ്ട്രീയ അസ്തിത്വമില്ലായ്മ നേരിടുന്നു എന്നൊരു ആക്ഷേപം നേരിടുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് ലയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കേരള ഘടകം, അതായത് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ജനതാദൾ എസ് അതൊരു BJP-യുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ പാർട്ടിയിൽ ലയിക്കാനുള്ള തീരുമാനം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയിലേക്കാണ് ലയിക്കുന്നത്. കർണാടകയിൽ BJP-ക്കൊപ്പം ചേരുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA-ക്കൊപ്പം മത്സരിച്ച് പിന്നീട് കേന്ദ്ര മന്ത്രിസഭയിൽ പങ്കാളിയാവുകയും ചെയ്തതോടെ തന്നെ വലിയ വിമർശനം ഈ ജനതാദളിലെ 2 MLA-മാർ നേരിട്ടിരുന്നു. കാരണം കേന്ദ്രത്തിൽ BJP-ക്കൊപ്പം സംസ്ഥാനത്ത് LDF-നൊപ്പം തുടരുന്നത് എന്ത് തരത്തിലുള്ളൊരു ചോദ്യമാണ് ഈ പ്രതിപക്ഷം ചോദിച്ചത്. വലിയ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ NDA-യുമായി ഒപ്പം നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി തുടരുകയായിരുന്നു. പാർട്ടി വിടുകയോ അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാലോ ഒരു അയോഗ്യതാ ഭീഷണി നേരിടും. ഇത് മറികടക്കാനാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളുമായി ലയിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമുള്ളത്. എന്തായാലും രാവിലെ 10 മണിയോടെയാണ് ഈ ലയന സമ്മേളനം ആരംഭിക്കുക. അതിനിടയിൽ ഇന്നലെ ഈ ജനതാദൾ ലയിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചില നേതാക്കൾ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് കേന്ദ്രത്തിന്റെ അനുമതിയോ അല്ലെങ്കിൽ അംഗീകാരമോ ഇല്ല എന്നാണ് HD ദേവഗൌഡ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഉചിതമായ നടപടി ഉചിതമായ സമയത്ത് സ്വീകരിക്കുമെന്നാണ് HD ദേവഗൌഡ എടുത്ത നിലപാട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിയിൽ ലയിച്ചുകൊണ്ട് ഈ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഇതിൽ ഭാഗമാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യുമായുള്ള സഹകരണമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഈ മാത്യു ടി തോമസും അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രേരിപ്പിച്ചത്. ക്രിസ്റ്റീന. ശരി, നിതിൻ അംബുജനാണ് മധ്യ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.